ഇന്നത്തെ വീഡിയോ തികച്ച സാരി ലവേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള സാരി, അത് കുറഞ്ഞ വിലയിൽ കിട്ടുകയാണെങ്കിൽ ഒത്തിരി സന്തോഷം എന്ന് ആഗ്രഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പം ഇതിൻ്റെ വില വെറും 269 രൂപയാകുന്നുള്ളൂ. പർച്ചേസ് ചെയ്തിട്ടുള്ളത് മീഷോയിൽ നിന്നാണ് കേട്ടോ. എല്ലാത്തിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ കളർ കോമ്പിനേഷൻ സാരിയുടെ അതും കൊടുത്തിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ആദ്യത്തെ സാരി. മെറ്റീരിയൽ വന്നിട്ട് നമ്മളുടെ ഷിഫോണാണ് കേട്ടോ. നല്ല ലൈറ്റ് വെയ്റ്റ് ആണ്. പിന്നെ നമുക്ക് പ്രായഭേദമന്യേ നമുക്ക് ട്രൈ ചെയ്യാമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഞാനിതിന് കറക്റ്റ് മാച്ച് ബ്ലൗസ് ആയിരുന്നില്ല ട്രൈ ചെയ്തത്. കുറച്ച് ഓഫ് വൈറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈറ്റ് ബ്ലൗസ് ആണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. ഇതിൻ്റെ കളർ വെറൈറ്റീസൊക്കെ എത്ര ഉണ്ട് എന്നുള്ളത് ഞാൻ ആദ്യം തന്നെ കാണിച്ചല്ലോ അല്ലേ. ഇതിൻ്റെ ലേസൊക്കെയാണ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. നന്നായിട്ടുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. ഈ ഒരു പ്രൈസിന് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ ഇതാണ് ആദ്യത്തത്. ഇനി രണ്ടാമത്തത് പ്യുവർ കോട്ടണിൽ വരുന്ന സാരിയാണ്. 455 രൂപക്കാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ. പിന്നെ ചില സമയത്താണെങ്കിൽ നിങ്ങൾക്ക് ഇതിലും വിലക്കുറവിൽ കിട്ടുന്നതാണ് കേട്ടോ. ഇതും മീഷോയിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. മീഷോയിൽ നിന്നൊക്കെ നല്ല കോട്ടൺ സാരി കിട്ടുക എന്ന് പറയുന്നത് ശരിക്കൊരു സർപ്രൈസിങ് ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ഈ എല്ലാ സാരിയുടെ കൂടിയും ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ. പക്ഷേ ഞാൻ ബ്ലൗസ് എൻ്റെ കയ്യിലുള്ളത് ഞാൻ പെയർ ചെയ്യുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ നമുക്കിത് അടിച്ച് വരാനൊക്കെ ഒത്തിരി സമയം എടുക്കുന്നതുകൊണ്ട് ഞാൻ ആ ഒരു രീതിയിലാണ് ചെയ്തത്. പിന്നെ ഞാനിപ്പോൾ സ്ഥിരമായിട്ട് സാരി അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. കാരണം ഞാനിപ്പോൾ ജോബിന് പോകാത്തത് കൊണ്ട് തന്നെ സാരിയൊക്കെ മിക്കവാറും എടുത്തു കഴിഞ്ഞാൽ അമ്മക്കാണ് കൊടുക്കാറ് കേട്ടോ. നമ്മളുടെ ഓരോരുത്തരുടെയും ഒരു കളർ സെൻസും ടേസ്റ്റൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടിട്ടുള്ളതാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ കളറ് വ്യത്യാസമുള്ളത് ഒത്തിരി ഉണ്ട്. അപ്പോൾ ഇത് മസ്റ്റാർഡ് യെല്ലോ കളറിൽ വരുന്നതാണ്. പ്യുവർ കോട്ടൺ ആണ് കേട്ടോ. അടിപൊളി സംഭവമാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുള്ളൊരു സാരിയാണ് കേട്ടോ. നല്ല ലൈറ്റ് വെയ്റ്റ് ആണ്, എന്നാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. അപ്പോൾ ഇത് മൂന്നാമത്തെ സാരി. എനിക്ക് മീഷോയിൽ നിന്നെടുത്ത കോട്ടൺ സാരീസിന് ഒരു കുഴപ്പവും പറയാനില്ല കേട്ടോ. ഈ ഒരു പ്രൈസിന് വന്നിട്ട് നല്ല നീതി പുലർത്തുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഒത്തിരി എൻക്വയറി എനിക്ക് വന്നിട്ടുണ്ടായിരുന്ന ഒരു സാരിയാണ് ഈ ഒരു സാരി എന്ന് പറയുന്നത്. കാരണം ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ വീഡിയോ ഇട്ടപ്പോൾ നമുക്ക് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് നോക്കണേ. ഞാൻ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഇതാ അടിപൊളി സാരിയാണ്. കണ്ണും പൂട്ടി വാങ്ങിക്കുക കേട്ടോ മക്കളെ. ഇനി നമുക്ക് ആമസോണിൽ നിന്ന് വന്നിട്ടുള്ള ഒരു സാരി നോക്കേ. ഇത് കണ്ടപ്പോൾ എനിക്കുണ്ടല്ലോ ഈ കളർ കണ്ടിട്ട് ഞാൻ എടുത്തതാണ്. ഇതിൻ്റെ ഒത്തിരി നല്ല ഷെയ്ഡ് ഉണ്ട് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായിക്കൊള്ളണമെന്നില്ല, പക്ഷേ എനിക്ക് ഇങ്ങനത്തെ ഷെയ്ഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ട് ഡെയിലി വെയറിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സാരിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്. അപ്പോൾ ഇതാണ്. ഇനി നമുക്ക് വേറൊരു സാരി കാണിച്ചു തരാം. റെഡി ടു വെയർ ആണ് കേട്ടോ. ഈ ഒരു സാരിക്ക് ഞാൻ അങ്ങനെ ഒരു 3.5 മാത്രമേ കൊടുക്കുള്ളൂ. കാരണം ഭയങ്കര സോഫ്റ്റായിരുന്നു. എനിക്ക് അത്ര സോഫ്റ്റ്നെസ് വേണ്ടാന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ഉടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒതുങ്ങിപ്പോകുന്നൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ചിലവർക്ക് ഈ ഒരു മെറ്റീരിയൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഉടുത്തിട്ടൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ ഒരു കളർ കോമ്പിനേഷനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ എനിക്കിത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടാണ് തോന്നിയത്. കോട്ടൻ്റെ ഇതിൽ അത്ര ലൈറ്റ് വെയ്റ്റ് ആകുമ്പം എത്രമാത്രം അതിൻ്റെ പെർഫോമൻസ് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പിന്നെ ഒരു സ്റ്റിഫൊക്കെ മുക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ സെറ്റായി എന്നൊക്കെ വരും കേട്ടോ. പിന്നെ റെഡി ടു വെയർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒന്ന് വേണമെങ്കിൽ നോക്കി നോക്കാം എന്നേ ഞാൻ പറയുള്ളൂ. അല്ലാണ്ട് മസ്റ്റ് ട്രൈ എന്ന് ഞാൻ എന്തായാലും പറയുന്നില്ല കേട്ടോ. ആമസോണിൽ നിന്നാണ് 500 സംതിങ്ങോ മറ്റോ ആയിരുന്നു തോന്നുന്നു കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് കുറച്ചധികമായി ഞാൻ ഇത് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ആമസോണിൽ നിന്ന് തന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ള മറ്റൊരു സാരിയാണ് ഈ കാണുന്ന സാരി എന്ന് പറയുന്നത്. ഇത് കോട്ടൺ അല്ല കേട്ടോ. കോട്ടൺ ബ്ലെൻഡ് ടൈപ്പ് ഒരു മെറ്റീരിയൽ, എന്തോ ഒരു ബംഗാൾപുരി കോട്ടൺ അങ്ങനെ എന്തോ ആയിരുന്നു ഇതിൻ്റെ പേര് കേട്ടോ. എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ പക്ഷേ വാഷ് ചെയ്തിട്ടോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ഡെയിലി വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണല്ലോ ഇങ്ങനത്തെ സാരി എന്ന് പറയുന്നത്. ഇതിൻ്റെ കളർ വെറൈറ്റീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അമ്മ ഇത് കുറച്ചധികം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നേ. വേറെ കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല. ഡെയിലി വെയറായിട്ടൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ്. ഇനി എനിക്ക് പേഴ്സണലി ഇഷ്ടമായിട്ടുള്ള വേറൊരു സാരിയാണ് കേട്ടോ. ഇതിന് പിന്നെ അമ്മയുടെ തന്നെ ഒരു ബ്ലൗസ് എടുത്ത് പെയർ ചെയ്തതുകൊണ്ട് എനിക്കൊരു ഓൾഡ് ലുക്കൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാലും സാരി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ആ ഒരു കളർ വന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. മെറ്റീരിയൽ അടിപൊളിയാണ് മക്കളെ. മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. അത് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് മീഷോയിൽ നിന്ന് കോട്ടൺ സാരീസ് കണ്ണടച്ച് വാങ്ങാം കേട്ടോ.
അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. അതായത് ഒരു 400-500 റേഞ്ചാണ് ഇതിന് വരുന്നത് കേട്ടോ. അപ്പോൾ ആ റേഞ്ചിലുള്ളത് തന്നെ നോക്കുക. അല്ല നമ്മളിപ്പോൾ വേറെ ഏതെങ്കിലും ഇതിൽ നോക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ കോട്ടൺ എന്ന് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കോട്ടൺ ബ്ലെൻഡായിരിക്കും മിക്കവാറും കിട്ടുന്നത്. പക്ഷേ ഇത് പ്യുവർ കോട്ടൺ ആണ്. ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ ബൈ.